ഒരു ബസ് തടഞ്ഞു വെച്ചു എന്ന് വെച്ചോളൂ. ആ ബസ് തടഞ്ഞു വെച്ചാൽ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസാണ് ബസ്സിനകത്ത് കയറേണ്ടതും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ എടുക്കേണ്ടതും ചെയ്യേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ KSRTCയുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരാണ് അതിൻ്റെ നടപടി ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയില്ല, ഗതാഗത മന്ത്രിക്ക് അങ്ങനെ ഒരു എവിടെയെങ്കിലും പവറുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ 4 വർഷം KSRTCയുടെ CMD ആയിരുന്നു. അങ്ങനെ ഒരു മന്ത്രിമാർ അങ്ങനെ അതുപോലെ നോക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിയമപരമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഏതായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ കയറി അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഷൂട്ട് ചെയ്തിരുന്ന അവരുടെ മൊബൈൽ ക്യാമറകൾ ഡിലീറ്റ് ചെയ്യിച്ചത്? എന്ത് കാര്യം കൊണ്ടാണ് മൊബൈൽ ക്യാമറകൾ ഡിലീറ്റ് ചെയ്യിച്ചത്? കാരണം അവിടെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ആ മൊബൈൽ ക്യാമറകൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേയർക്കും മേയറുടെ ഭർത്താവിനും വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു റെക്കോർഡിംഗ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ റെക്കോർഡിംഗ് എന്തിനാണ് ഇല്ലാതാക്കിയത്? ആ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്? ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത്, അറിയാൻ പറ്റുന്ന കുറേ യാത്രക്കാരുണ്ട്. കാരണം മൊബൈൽ നമ്പറൊക്കെ ഉള്ള അതിൽ നിന്ന് ഉണ്ടായിരുന്ന യാത്രക്കാരുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അതിലെന്ത് സംഭവിച്ചു എന്ന് അവർക്കാണ് ഇനി പറയാൻ പറ്റുന്നത്. കാരണം ഇനി ഈ കാണാതെ പോയ മെമ്മറി കാർഡ് ഇനി കണ്ടുകിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അതിനു വേണ്ടിയാണ് ഈ 3-4 ദിവസം അത് പരിശോധിക്കാതിരുന്നത്. കാരണം ആ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മെമ്മറി കാർഡ് കൃത്യമായിട്ട് കാണിക്കുമായിരുന്നു എന്താണ് ബസ്സിനുള്ളിൽ നടന്നത്, എന്താണ് ബസ്സിലെ ഡ്രൈവർ ചെയ്തത് എന്ന്. അതിൻ്റെ ആ അംശം ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓറൽ എവിഡൻസേ ഉള്ളൂ. ആ ഓറൽ എവിഡൻസും രണ്ടാമത്തെ കാര്യം, ഈ രാത്രി 10:30 ഇതുപോലൊരു ബസ്സിൽ ഇതുപോലൊരു വാഗണർ കാറും വെച്ച് ഇതിൽ കൃത്യമായിട്ട് ഓടിച്ചു നോക്കി ആ വാഗണർ കാറിലിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ ഡ്രൈവറെ കാണാൻ സാധിക്കുമോ? ഡ്രൈവറെ ഈ വെളിച്ചത്തിൻ്റെ മുന്നിൽ ഡ്രൈവറെ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഡ്രൈവർക്ക് വാഗണർ കാറിൽ സ്ത്രീകളുണ്ടോ, പുരുഷന്മാർ മാത്രമാണോ, സ്ത്രീകൾ മാത്രമാണോ, അവർ എന്ത് ചെയ്യുന്നു എന്ന് ആംഗ്യം കാണിക്കാൻ സാധിക്കുമോ? ഈ രാത്രി 10:30 വീണ്ടും അത്തരം ഒരു പരീക്ഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇതിനൊരു തെളിവ് കിട്ടും.